Hello everyone, Dr. Givargis K. Matthew, ഡോക്ടർ കെ എം ചിരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജനും മെഡിക്കൽ സൂപ്രണ്ടുമാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. ഹാർട്ടിൻ്റെ വിവിധ ഓപ്പറേഷൻസ്, അത് ബൈപ്പാസ് ആകാം, സാധാരണയായി ചെയ്യുന്ന ഓപ്പറേഷനാണ് ബൈപ്പാസ്. അതുകൂടാതെ വാൽവ് മാറ്റിവെക്കൽ, ഹൃദയ വാൽവ് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻസ്, ഹാർട്ടിനുള്ളിലുള്ള ജനിതക വൈകല്യങ്ങൾ മൂലമുണ്ടാകുന്ന ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ദ്വാരങ്ങൾ അടയ്ക്കുക തുടങ്ങിയ ഇൻട്രാകാർഡിയക് റിപ്പയർസ്, ഇങ്ങനെ പലതരം ഓപ്പറേഷൻസ് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് സ്റ്റെനോട്ടമി അഥവാ നമ്മുടെ നെഞ്ചിൻ്റെ മുമ്പിലെ ബ്രസ്റ്റ് ബോൺ കട്ട് ചെയ്ത് ആണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ട്രഡീഷണൽ സ്റ്റെനോട്ടമി അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതാണ് മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറി അഥവാ താക്കോൽ ദ്വാര ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇത് വിവിധ ഓപ്പറേഷൻസ്, നമ്മുടെ വാരിയലിൻ്റെ ഇടയിൽ കൂടെ ചെറിയ മുറിവുകളിൽ കൂടെ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ബൈപ്പാസ് ആകട്ടെ, വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളും നേരത്തെ പറഞ്ഞ പോലുള്ള ഇൻട്രാകാർഡിയക് റിപ്പയർസും ഒക്കെ ഈ രീതിയിൽ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. അത് പേഷ്യൻ്റ് സെലക്ഷൻ അതിനാവശ്യമാണ്. പേഷ്യൻറ്റിൻ്റെ അസുഖത്തിൻ്റെ രീതിയും ബോഡി ഹാബിറ്റസും ഒക്കെ കൺസിഡർ ചെയ്താണ് ഏത് പേഷ്യൻ്റിനാണ് ഇത് ചെയ്യാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ ആവശ്യമാണ്. ഇതിൻ്റെ പ്രധാന പ്രയോജനം അഥവാ അഡ്വാൻറ്റേജ് നമ്മൾ സ്റ്റെനോട്ടമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒന്നാമതായി മുറിവുകൾ ചെറിയ മുറിവുകളാണ്. നമ്മൾ ബ്രസ്റ്റ് ബോൺ കട്ട് ചെയ്യുന്നത്, സ്റ്റേർണം കട്ട് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ്. സ്റ്റേർണം കട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റേർണം നമ്മൾ തിരിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറുകൾ കൊണ്ട് സാധാരണഗതിയിൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. അത് കരിഞ്ഞ് സ്റ്റേർണം ചേരുന്നത് വരെ പേഷ്യൻറ്റിന് അതിൻ്റെ ആക്ടിവിറ്റീസിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. സ്റ്റേർണൽ പ്രിക്കോഷൻസ് എന്നാണ് പറയുക. എല്ല് പൂർണ്ണമായിട്ട് ഒരു ഫ്രാക്ചർ ഹീൽ ചെയ്യുന്ന പോലെ ഹീൽ ചെയ്ത് വരുന്നത് വരെ ഭാരമെടുക്കുന്നതിലും മറ്റ് ആയാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. എന്നാൽ റിബ്സിൻ്റെ ഇടയിൽ കൂടെ, വാരിയലുകളുടെ ഇടയിലൂടെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേർണൽ പ്രിക്കോഷൻസിൻ്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമ്മുടെ ബ്രസ്റ്റ് ബോൺ കട്ട് ചെയ്ത് ഹീൽ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെയുള്ള മുറിവുകൾ കരിഞ്ഞ് കിട്ടുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് പ്രധാനമായിട്ടും ഡയബറ്റീസും ഒക്കെയുള്ള പേഷ്യൻസിലാണ്. ഡയബറ്റിക് പേഷ്യൻസിൽ 2 മുതൽ 3% ആൾക്കാർക്ക് വരെ സ്റ്റേർണം ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും സ്റ്റേർണൽ വൂണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ സ്റ്റെനോട്ടമി അഥവാ ബ്രസ്റ്റ് ബോൺ കട്ട് ചെയ്യുന്ന ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഇങ്ങനെയുള്ള മിനിമലി ഇൻവേസീവ് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനെ നമുക്ക് സാധാരണ ഓപ്പറേഷൻസിനെ അപേക്ഷിച്ച് നേരത്തെ തന്നെ പൂർണ്ണ ആക്ടിവിറ്റിയിലേക്ക്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് സാധാരണ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അവർക്ക് തുടർന്ന് തങ്ങളുടെ ജോലിയിലേക്കും മറ്റ് ആക്ടിവിറ്റീസിലേക്കും തിരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്യും. ഇതുമൂലം ഉണ്ടാകുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്, ജോലി ചെയ്യാതിരിക്കുന്ന കാലയളവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഇന്ന് ലോകമെമ്പാടും ഇങ്ങനെയുള്ള മിനിമലി ഇൻവേസീവ് സർജറി അഥവാ കീ ഹോൾ ഓപ്പറേഷൻസ് വളരെയധികം ചെയ്യുകയും അങ്ങനെയുള്ള സർജറീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കെ എം ചിരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലും ഈ ഒരു ഫെസിലിറ്റി നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് ബൈപ്പാസ് ആകട്ടെ, വാൽവ് റീപ്ലേസ്മെൻറ്റ് ആകട്ടെ, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പേഷ്യൻസ് സെലക്ട് ചെയ്ത് ഈ രീതിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുവാൻ നമുക്ക് സാധിക്കും. ഇതിനൊക്കെ പുറമേ ആയിട്ട് നമുക്ക് പലപ്പോഴും ഇതിന് കോസ്മെറ്റിക് ബെനിഫിറ്റ്, സാധാരണ കൺവെൻഷണൽ ഓപ്പറേഷൻ നെഞ്ചിന് മുമ്പിലുള്ള മുറിവുകളാണ്, അത് പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ ചെറിയ മുറിവുകളാണ്, അത് മാത്രമേ താഴോട്ട് മാറ്റി നമ്മുടെ നെഞ്ചിൻ്റെ വശങ്ങളിലായതിനാൽ പുറമേ കാണുകയില്ല എന്നുള്ള അഡ്വാൻറ്റേജിനകത്തുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നെഞ്ചിന് മുമ്പിൽ വിസിബിളായ സ്കാർ ഉണ്ടാകുന്നതെന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനൊരു മറ്റൊരു വശം കൂടിയുണ്ട്. ഈ നെഞ്ചിൻ്റെ മുമ്പിലെ സ്റ്റെനോട്ടമി മുറിവുകൾക്ക് സാധാരണ ഹൈപ്പർട്രോഫിക് സ്കാർ, കട്ടി കൂടി ചെറിയ ശതമാനം ആൾക്കാരിൽ രൂപമായി കാണാറുണ്ട്. ഈ ഒരു പ്രശ്നവും നമ്മൾ ഈ വശങ്ങളിലുള്ള മുറിവുകളിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ ഇത് നമുക്ക് പേഷ്യൻ്റ് സെലക്ഷൻ, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ അവരുടെ രോഗത്തിൻ്റെ രീതിയും മറ്റ് റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷമാണ് ഏത് പേഷ്യൻ്റിനാണ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് സൂട്ടബിളായിട്ടുള്ള സേഫായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടത് വിശകലനം ചെയ്യുകയും അതിനനുസരിച്ചാണ് നമ്മൾ പേഷ്യൻസിനെ ഈ പ്രൊസീജിയേഴ്സിന് വിധേയമാക്കുക. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് റോബോട്ടിക് സർജറി, ഹൃദയ ശസ്ത്രക്രിയ രംഗത്തും വന്നിരിക്കുന്നത്. റോബോട്ടിക് കാർഡിയക് സർജറി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് വളരെയധികം നടക്കുന്നുണ്ട്. നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് വരും കാലങ്ങളിൽ റോബോട്ടിക് കാർഡിയക് സർജറിയും ഇവിടെ നമുക്ക് ലഭ്യമാക്കുക എന്നതാണ് ഡോക്ടർ കെ എം ചിരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഒരു ലക്ഷ്യം. താങ്ക് യു.